സൗദിയിലെ ആശുപത്രിയിൽ അവശനിലയിൽ കഴിയുന്ന അമ്പലപ്പുഴ സ്വദേശിയായ യുവാവിനെ നാട്ടിലെത്തിക്കാനായി കാത്തിരിക്കുകയാണ് കുടുംബം. അമ്പലപ്പുഴ കരൂർ കുട്ടൻതറ വീട്ടിൽ രഞ്ജുമോനാണ് സൗദിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്നത്. അർബുദബാധിതനായ രഞ്ജുമോനെ വിദഗ്ധ ചികിത്സയ്ക്കായി നാട്ടിലെത്തിക്കണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. അധികൃതർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് രഞ്ജുമോനെ നാട്ടിലെത്തിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. 5 വർഷം മുമ്പാണ് രഞ്ജുമോൻ ഡ്രൈവർ ജോലിക്കായി സൗദിയിലെത്തിയത്. 2 വർഷത്തിന് ശേഷം അവിടെ വെച്ച് തലവേദന വന്നതോടെ ചികിത്സ തേടി. മുഖത്തിന്റെ ഒരു വശത്തെ എല്ല് പൊടിഞ്ഞു തുടങ്ങിയിരുന്നു. ചികിത്സയ്ക്കായി നാട്ടിലെത്തുകയും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ തലയ്ക്കും കഴുത്തിനും അർബുദം ബാധിച്ചതായി കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് മറ്റുള്ളവരുടെ സഹായം തേടിയും കടം വാങ്ങിയും ചികിത്സ നടത്തി. 20 ലക്ഷത്തോളം രൂപ ചികിത്സയ്ക്ക് ചെലവായി. രോഗം അല്പം ഭേദമായതോടെ കടം വീട്ടാൻ 8 മാസം മുമ്പ് വീണ്ടും സൗദിയിലേക്ക് പോയി ജോലിയിൽ പ്രവേശിച്ചു. ജോലി ചെയ്യവേ 2.5 മാസം മുമ്പ് സ്ട്രോക്ക് ബാധിച്ച് അവശനിലയിലായ രഞ്ജുമോൻ സൗദിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 2.5 മാസമായി. ജൂൺ മാസം 11-ാം തീയതിയാണ് പുള്ളി അവിടെ അഡ്മിറ്റ് ആവുന്നത്. വെന്റിലേറ്ററിലായിരുന്നു. സ്ട്രോക്ക് വന്നാണ് അവിടെ അഡ്മിറ്റ് ആയത്. അതിനുശേഷം ഇപ്പം അസീർ സെൻട്രൽ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ വെച്ചാണ് അവർ ക്യാൻസറിൻ്റെ കാര്യം ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തത്. അപ്പോൾ അവിടെ ചെയ്തപ്പോൾ ഓൾറെഡി ഇത് സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇയാളെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണമെന്ന് പറയുന്നു. രഞ്ജുമോനെ നാട്ടിലെത്തിച്ച് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. സൗദിയിലെ സാമൂഹ്യ പ്രവർത്തകർ ഇടപെട്ട് ഈ മാസം 18-ന് മുമ്പ് രഞ്ജുമോനെ നാട്ടിലെത്തിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ മകനെ നാട്ടിലെത്തിച്ച് കിട്ടണം. എനിക്ക് 2.5 മാസമായിട്ട് ഞാൻ ഈ വീട്ടിലിരുന്ന് 2.5 മാസമായി. അഷറഫ് കുറ്റിക്കാട് എൻ്റെ മകനെ എത്രയും പെട്ടെന്ന് അമ്മയുടെ മകനെ എത്തിച്ചു തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്നോട്. ഞാൻ ആ വാക്കിലും ആ ബലത്തിലും ഞാൻ ഇരിക്കുക. എനിക്കല്ല ഇനി ഒന്നും പറയാനില്ല. എനിക്ക് എൻ്റെ മകനെ ഇനി കിട്ടിയാൽ മതി. എനിക്ക് എൻ്റെ മകനെ കിട്ടണം. എനിക്ക് എൻ്റെ മകനെ കിട്ടണം. ഞാൻ എല്ലാവരോടും തൊഴുതു പറഞ്ഞതാ. എനിക്ക് എൻ്റെ മകനെ കിട്ടണം. എനിക്ക് എൻ്റെ മകനെ കിട്ടണം. എനിക്ക് വേറൊന്നും ഈ അമ്മയ്ക്ക് പറയാനില്ല. എനിക്ക് എൻ്റെ പൊന്നുമോനെ ഇനി കിട്ടിയാൽ മതി. എനിക്ക് അമ്മയും ഭാര്യയും 6 വയസ്സുള്ള മകനും അടങ്ങുന്നതാണ് രഞ്ജുമോന്റെ കുടുംബം. എത്രയും പെട്ടെന്ന് രഞ്ജുമോനെ നാട്ടിലെത്തിക്കുന്നതും കാത്തിരിക്കുകയാണിവർ. ജനം, ആലപ്പുഴ.